ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1 ആണ് പഠിക്കുന്നത്. തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1 ആ സബ്ജക്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 ആണ് ക്രെഡിറ്റ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, എല്ലാ വിഷയവും ഇമ്പോർട്ടന്റ് ആണ് എങ്കിൽ പോലും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൂടെ പഠിപ്പിക്കുന്നതിനൊപ്പം വന്നെങ്കിൽ മാത്രമേ ഈ സബ്ജക്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തുടങ്ങുന്ന പോലെ തന്നെ കൂടെ നിങ്ങൾക്ക് നോട്ട് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്നുള്ളതിനകത്ത് തിയറി ഓഫ് സ്ട്രക്ചർ 1 ആണ്. ഇതിന്റെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ഇന്ന് കവർ ചെയ്യത്തില്ല. മൊഡ്യൂൾ 1 വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ്, സപ്പോർട്ട് റിയാക്ഷൻ, സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത്രയുമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന പോർഷൻസ്. ചാപ്റ്റേഴ്സ് 4 ഉണ്ട്. അതിനകത്തെ മൊമെന്റ് ഓഫ് ഫോഴ്സിനകത്തെ ഫോഴ്സസ് ആൻഡ് മൊമെന്റ്സ് എന്നുള്ള രീതി അത് മാത്രമാണ് നമ്മൾ ഇപ്പം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോഴ്സസ് ആൻഡ് മൊമെന്റ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഫോഴ്സ് എന്ന് പറയുന്നത്? ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാന് നമ്മളിപ്പം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നതനുസരിച്ചാണ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ശരിക്കും ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു ബോഡി, അതായത് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion along a straight line unless it is compelled by an external unbalanced force എന്നാ പറയുക. അതായത് ഒരു ബോഡി, ഈ പേന ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സർഫസിൽ റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അവിടെ ഇരിക്കും. അല്ല, ഇത് ഒരു സർഫസിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പൊക്കോണ്ടിരിക്കും. എപ്പ വരെ? അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു വെളിയിൽ നിന്നൊരു ശക്തി അതിലേക്ക് ഫോഴ്സ് എക്സേർട്ട്, വെളിയിൽ നിന്നൊരു ശക്തി ഇതില് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തുന്നിടം വരെ ആ ബോഡി ഒന്നുകിൽ റെസ്റ്റിൽ അങ്ങനെ തന്നെ ഇരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഒരു ബോള് ഒരു സർഫസിൽ കൂടി ഇങ്ങനെ ഉരുട്ടി വിടുക എന്ന് വെച്ചോ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അനുസരിച്ച് ഈ ബോൾ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കണം, നിക്കത്തില്ല. ആ ഒരു മോഷൻ അത് കണ്ടിന്യൂ ചെയ്യും. എപ്പ വരെ? ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നിടം വരെ അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ആ എക്സ്റ്റേണൽ ഏജന്റിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പം ആ ബോള് ഈ സർഫസിൽ കൂടി ഇങ്ങനെ ഉരുണ്ട് പൊക്കോണ്ടിരിക്കുമ്പം അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതാണെന്നറിയാവോ? ഒരു സർഫസിൽ കൂടെ ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ട് പൊക്കോണ്ടിരിക്കുമ്പം ആ ബോളിന്റെ സർഫസും ഈ ഉരുണ്ട് പൊക്കോണ്ടിരിക്കുന്ന ആ സർഫസും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, അല്ലെ? ആ ഒരു ഇന്ററാക്ഷനില് എന്ത് പറ്റും? ഈ ബോളിന്റെ സ്പീഡ് ഗ്രാജുവലായിട്ട് കുറഞ്ഞ് അത് നിൽക്കും. അപ്പൊ നമുക്ക് ന്യൂട്ടൺസ് ലോ അനുസരിച്ച് ഇതിങ്ങനെ തുടർന്ന് പൊക്കോണ്ടേയിരിക്കണമായിരുന്നു. പക്ഷെ അവിടെ എന്ത് വന്നു? ന്യൂട്ടൺ പറയുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതവിടെ മാറ്റം വരും. അപ്പൊ ഈ ഒരു പേന ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ പേന ഇങ്ങനെ ഒരു സർഫസിൽ ഇരിക്കുക, ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഒന്നുകിൽ ഇവിടുന്ന് ഇതിനെ മാറ്റുന്നു, വെളിയിൽ നിന്നൊരു ഏജന്റ്, അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ അവിടെ ഇരിക്കും. അപ്പൊ ആ എക്സ്റ്റേണൽ ഏജന്റിന് പറയുന്ന പേരാണ് എന്ത്? ഫോഴ്സ്. അപ്പൊ നമുക്ക് ഫോഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫോഴ്സ് എന്ന് പറയുന്ന മെഷർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് എന്നാ പറയുക. രണ്ട് തമ്മിൽ, ഇപ്പൊ ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ടു പോകുമ്പം ആ ബോളും അതിന്റെ സർഫസും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പം ആ ഇന്ററാക്ഷൻ വരുന്നതിനനുസരിച്ചാണ് ആ ബോളിന്റെ സ്പീഡ് കുറയുന്നത്. അപ്പൊ അവിടെ വന്ന ഫോഴ്സ് ഏതാണെന്നറിയോ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. തമ്മിൽ ഒരസി ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ഒരു ഏജന്റ് ആണ് ഫോഴ്സ്. എന്താണ് ഏജന്റ്? ഫോഴ്സ് ഈസ് ദാറ്റ് ഏജന്റ് വിച്ച് ചേഞ്ചസ്, മാറ്റം വരുത്താം, ഓർ ടെൻസ് ടു ചേഞ്ച്, മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന, അല്ലെ? tends to change the state of rest and the state of rest or of uniform motion. ഇത് രണ്ടിനെയും ചേഞ്ച് ചെയ്യുന്ന ഏജന്റിന് പറയുന്ന പേരാണ് എന്ത്?
ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഈസ് ദാറ്റ് ഏജന്റ് വിച്ച് ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി. ഈ രണ്ട് അവസ്ഥകൾക്ക് വ്യത്യാസം, ഒരു വസ്തുവിന്റെ ഈ രണ്ട് അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ആ ഏജന്റിനെ പറയുന്ന പേരാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഫോഴ്സ് എന്ന് പറയുന്ന അതർവൈസ് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. മെഷർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ഇതാണ്. അപ്പൊ ഞാൻ അതിനെ ഉദാഹരണം പറഞ്ഞു, ഒരു ബോള് ഉരുളുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലെ. അപ്പൊ അത് ഫോഴ്സിന്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞത്. ഇനി നോക്കിയേ, ഫോഴ്സിന് പ്രധാനമായിട്ടും 3 എലമെന്റ്സ് ഉണ്ട് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട്. ഞാനിപ്പോ പറയാം, ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരാളിനെ, ഇതൊരാളാണ്, ഞാൻ ഇവിടുന്ന് ആളിനെ ഇങ്ങനെ അങ്ങോട്ട് തള്ളുകയാണ്. ഞാനൊരു ഫോഴ്സ് അല്ലേ കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് ഇതിലേക്ക് ആക്ട് ചെയ്യുമ്പം ഈ ആള് ഇങ്ങോട്ട് ചലിക്കില്ലേ? അപ്പൊ ഈ ഒരു ആളിനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളി. അപ്പൊ നോക്കിയേ, ഈ ആളിനെ തന്നെ ഞാൻ പല രീതിയിൽ ഞാൻ ഇവിടെ തള്ളി, ഇപ്പൊ ഈ ആളിനെ ഞാൻ സെന്ററിൽ തള്ളി, ഈ ആളിനെ ഞാന് ഇവിടെ തള്ളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 3 രീതിയിൽ ഈ നിൽക്കുന്ന ആളിനെ ഞാൻ ഇവിടെ തള്ളിയപ്പം ഇതിനുണ്ടാകുന്ന മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കിയേ. ഇതിന്റെ തള്ളൽ കൂടുതൽ ഏൽക്കുന്നത് ഈ ടോപ്പ് പോർഷനിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള മൂവ്മെന്റ് ആയിരിക്കും വരുന്നത്. ഇതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇങ്ങനെ പോകും അല്ലെ. ഇതെന്ന് പറയുന്നത് കൂടുതൽ നീങ്ങുന്നത് ഈ ഭാഗമായിരിക്കും, ആണല്ലോ. അപ്പൊ നോക്കി, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു സെയിം ഓബ്ജക്റ്റിനെ ഇവിടെ ഇവിടെ ഇവിടെ, അപ്പൊ അതിനെ എന്താ പറയുക? ഫോഴ്സിന് വ്യത്യാസം ചലനത്തിന് വ്യത്യാസം വന്നില്ലേ ഇവിടെ? ആ ഫോഴ്സിന്റെ എഫക്റ്റിന് വ്യത്യാസം വന്നു. ആ വ്യത്യാസം വന്നത് എന്ത് കാരണമാണ്? അവിടെ ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. പോയിന്റ് ഓഫ് എവിടെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്, എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു എലമെന്റ് ആണ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇനി എന്തുമാത്രം ബലമാണ് നമ്മൾ കൊടുക്കുന്നത്, എന്തുമാത്രം, ഇപ്പൊ ഞാനൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു, എന്തുമാത്രം ബലം? ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നതും 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നതും 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കും. ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്. അപ്പൊ ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നതും 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നതും 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നതും ഈ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് പലതരമാണ്, പല അളവിലല്ലേ വരുന്നേ. അപ്പൊ അതെന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. അപ്പൊ എന്താ പറയുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ്. മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ 2 കാര്യങ്ങളായി. ഫോഴ്സ് ഡിഫൈൻ ചെയ്യണം എന്നുള്ളതിലുള്ള എലമെന്റ്സ് 3 ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള എഫക്റ്റ് വ്യത്യാസമായിരിക്കും. ആ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നതിനാണ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഞാൻ എത്ര ഫോഴ്സ് ആണ് ചെലുത്തുന്നത് അതിനനുസരിച്ച് എഫക്ട് വ്യത്യാസം വരത്തില്ലേ? ഞാൻ എത്ര ഫോഴ്സ് ആണ് കൊടുക്കുന്നത് അതിനാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനിയും വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പം ഇതിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങനെ ഒരു ഡയറക്ഷൻ വരത്തില്ലേ അത് മൂവ് ചെയ്യുന്നതിന്? ഇപ്പൊ ഈ ബോഡിയെ ഞാൻ ഇങ്ങനെയാണ് തള്ളാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഈ ബോഡി എങ്ങോട്ടാണ് തിരിയുന്നത്? ഇങ്ങോട്ടേക്കാണ് അതിന്റെ ചലനം ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഈ ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നു, ഈ ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ഈ ബോഡിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഈ ബോഡി ഇങ്ങനെ ഈ രീതിയിൽ വരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഞാനിപ്പോ പറഞ്ഞ അനുസരിച്ച് ഡയറക്ഷൻ. ഒന്നുകൂടെ പറയാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ അല്ലെങ്കിൽ മോഷനിലോ മൂവ്മെന്റിലോ ഉള്ള ഒരു വസ്തുവിനെ അതിന് എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഒരു ഏജന്റ് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ 2 ബോഡി തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ മെഷറാണ് അല്ലെ. ഇനി ഫോഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട്. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സ്കെയിലർ ക്വാണ്ടിറ്റി ഇപ്പം ലെങ്ത് അല്ലെ. ലെങ്ത് എന്ന് പറയുന്ന ഉടനെ നമ്മൾ അതിനെ മീറ്റർ എന്നുള്ള ഇതിൽ ഒറ്റ ഇത് മാത്രമേ പറയുന്നുള്ളൂ.
അതുപോലെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം അതിന് എന്തൊക്കെയുണ്ട്? അതിനകത്തുള്ളത് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് രണ്ടും വന്നിട്ടില്ലേ? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന ഉടനെ ഒരു ബോഡിയില് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോഡി, ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം അത് എത്രത്തോളം ഫോഴ്സ് ആണ് അതിൽ അപ്ലൈ ചെയ്തെന്നുള്ളത് വേണം. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ്. ഇനി ഈ ബോഡിയിൽ എവിടെയാണ്, ദാണ്ട് ഇവിടെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത് ഈ ഫോഴ്സ്. അപ്പൊ ഇതിനെ എന്താ പറയുക? പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയും. ഇനി ഈ ഫോഴ്സ് കൊണ്ട് ഈ ബോഡി ഇങ്ങോട്ടാണ് ചലിക്കുന്നത് അല്ലെ? അപ്പൊ ഏത് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാനുള്ള എലമെന്റ്സ്? മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ 3 എലമെന്റ്സ് ആണ് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഘടകങ്ങൾ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഇത് പറയുന്നത് ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് എലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഇങ്ങനെ ഒരു ബോഡിയില് ഇങ്ങനെ ഞാനൊരു ഫോഴ്സ് കൊടുക്കുക. ഈ ഫോഴ്സ് കൊടുക്കുമ്പോ ആ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ, ആ ആക്ഷൻ പോകുന്നത് ഏത് ലൈനിൽ കൂടെ ആയിരിക്കും? ഇങ്ങനെയായിരിക്കും അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ. ഈ രീതിയിലായിരിക്കത്തില്ലേ ആ ഫോഴ്സ് പോകുന്നത്, ഈ ബോഡിയിൽ പോകുന്നത്. അപ്പം ഈ ലൈനിന് പറയുന്നതാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ തിയറം പറയുന്നത് ഒരു ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് എലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. അതിനകത്ത് പറയുന്നത് ഈ ഫോഴ്സ് കൊണ്ട് ഈ ബോഡിക്ക് എന്ത് ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്, ആ ചേഞ്ചിന് വ്യത്യാസമില്ലാതെ ഈ ഫോഴ്സിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഈ ബോഡിയിൽ ഈ ഫോഴ്സ് എന്ത് എഫക്റ്റ് ഉണ്ടാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോഡിയിൽ ഈ ഫോഴ്സ് വരുന്നുണ്ട്, ഈ ബോഡി ഇങ്ങോട്ടാണ് ചലിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഈ ബോഡിയിൽ ഈ ഫോഴ്സ് കൊടുത്തപ്പോ ഈ ബോഡി തന്നെ ഇവിടെ വന്നിരുന്നു, ഇവിടെ. അപ്പൊ ഒറിജിനലി ഈ പൊസിഷനിൽ ഇരുന്ന സാധനം ദാണ്ട് ഇത്രയും ഡിസ്പ്ലേസ്മെന്റാ വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത്രയും എഫക്റ്റ് ഇവിടുന്ന് ഈ ഇരിക്കുന്ന സാധനം ഇവിടെയായി. ഏതാ? ഈ ഫോഴ്സ് കൊടുത്തപ്പോ ഉണ്ടായിരിക്കുന്ന എഫക്റ്റ് ആണ് ഇത്രയുള്ള മാറ്റം ഇവിടെ വരെയായി എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി അനുസരിച്ച് ഈ ഫോഴ്സിനെ നമുക്ക് മാറ്റാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെ തന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ചേഞ്ച് ഓഫ് ദി എഫക്റ്റ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും പറയുന്നത്. അതിന്റെ ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ ഞാനത് ഇവിടെ ഞാനിങ്ങനെ തള്ളി, ഈ പോയിന്റിലല്ലേ തള്ളലുണ്ട്. ഈ പോയിന്റിന് ഇപ്പൊ നമ്മൾ എന്താ പേര് പറയുക? പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയും. ഈ പോയിന്റിന് നമ്മൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്നാണ് പറയുക. ഈ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനിൽ ഞാൻ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഞാൻ കൊടുക്കുന്നു. മനസ്സിലായല്ലോ? ഈ റിജിഡ് ബോഡിയില് നമ്മള് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഈ പോയിന്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഫോഴ്സിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം. പുഷെന്നും പുള്ളെന്നും നമുക്ക് തിരിക്കാൻ പറ്റും. പുഷ് ആൻഡ് പുൾ. നമ്മൾ ഇങ്ങനെ തള്ളുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പുഷെന്നും, ഇങ്ങനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പുള്ളെന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ബോഡിയിൽ നമ്മൾ എന്താ കൊടുത്തത്? നമ്മളിപ്പോ ഇവിടുന്ന് പുഷാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ? ഞാൻ ഇവിടുന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് തള്ളുന്ന ഒരാള്, ഇയാൾക്ക് അങ്ങ് ക്ഷീണമായെന്ന് വെച്ചോ.
പക്ഷെ ഇത് അതേ രീതിയിൽ ഈ ഫോഴ്സ് കൊടുക്കുന്ന അതേ രീതിയിലുള്ള എഫക്റ്റ് ഈ ബോഡിക്ക് ഉണ്ടാകണം. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആളിനെ മാറ്റണം. എന്താ വേണ്ടേ? ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയല്ലേ? ഈ ലൈൻ ഓഫ് ആക്ഷനിൽ ദാണ്ട് ഈ പോയിന്റിൽ നിന്ന് ഒരാൾ ഇതിനെ അങ്ങോട്ട് വലിച്ചാൽ പോരെ ഇവിടെ നിന്ന്. അപ്പൊ നമുക്ക് ഇതിനെ ഈ ഒരു ഫോഴ്സിനെ നമുക്ക് എങ്ങനെ, ഇതല്ലേ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷനില് ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചാൽ ഈ സെയിം എഫക്റ്റ് തന്നെയല്ലേ ഉണ്ടാകുക, അല്ലെ? ഈ ബോഡിയില് ഈ ഫോഴ്സ് കൊടുക്കുന്ന അതേ എഫക്റ്റ് ആണ്. ഇതൊരു പുഷായിരുന്നു, ഇതൊരു പുള്ളാണ്. എവിടെയാ കൊടുത്തിരിക്കുന്നത്? ഈ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. ദ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് എലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. അപ്പം അതിന്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷനെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മാത്രമല്ല, ആ ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റിന് ഒരു ചേഞ്ചും വരാൻ പാടില്ലാത്ത രീതിയിൽ വേണം നമുക്ക് ആ ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് വെറുതെ ഇരിക്കുന്ന അറ്റ് റെസ്റ്റ് എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിയായിരുന്നു. വെറുതെ അവിടെ ഇരിക്കുക. അതില് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് ഈ റെസ്റ്റ് എന്നുള്ള കണ്ടീഷൻ മാറരുത് എന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞതാ, ഈ ബോഡി ഇങ്ങനെ റെസ്റ്റിലാണ്. ഈ ബോഡിയിൽ എനിക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കണം, പക്ഷെ ഈ ബോഡി റെസ്റ്റിൽ ഇരിക്കുകയും വേണം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളിയാ പോരെ? ഈ എഫ് തന്നെ ഇങ്ങോട്ട് തള്ളുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു എഫക്റ്റും ഈ ബോഡിയിൽ വരുന്നുണ്ടോ? ഇല്ല. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ഫോഴ്സിന്റെ 3 എലമെന്റ്സ് പറഞ്ഞു: മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ. ഫോഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പുഷെന്നും പുള്ളെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു. അത് സാധാരണയുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. തള്ളുക അല്ലെങ്കിൽ വലിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മള് ഇനി നമ്മളിപ്പോ ഒരു സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. നമ്മളിപ്പം ഇങ്ങനെ ഒരു ബോഡിയിൽ ഒരു സിംഗിൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് മോർ ദാൻ വൺ ഫോഴ്സസ് ആക്ട്സ് ഓൺ എ ബോഡി, അതിനെ നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്നാണ്. സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയും. അതായത് നമുക്ക് ഒരു ബോഡിയിൽ തന്നെ പല ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബുക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ബോഡിയാണ് അല്ലെ? ഈ ബോഡിയിൽ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? അപ്പൊ ഈ എഫക്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റ് ആണോ ഉണ്ടാകുക? ഈ ബോഡിയിൽ ഒരു സിംഗിൾ ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റ് അല്ല. അപ്പൊ എന്താ, ഒരുപാട് ഫോഴ്സസ് ഇതിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബോഡിയിൽ തന്നെ ഒന്നിലധികം ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക? സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയും. ഓക്കെ, ഈ സിസ്റ്റം ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പം നമുക്ക് പല രീതിയിലുണ്ട്. സിസ്റ്റം ഓഫ് ഫോഴ്സസ് വരുന്നത് പല രീതിയിൽ. അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഈ ഒരു ഒബ്ജക്റ്റിന് ഒരുപാട് പ്ലെയിൻസ് ചേരുന്നത് ഈ ഒബ്ജക്റ്റ് അല്ലേ? 1, 2, 3, 4, 5, 6 പ്ലെയിൻസ് ചേരുന്നതാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പൊ നോക്കിയേ, നമുക്ക് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ തന്നെ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒബ്ജക്റ്റിന്റെ ഈ പ്ലെയിനിലാണ് ഒരുപാട് ഫോഴ്സസ് വരുന്നതെങ്കിൽ അതിനൊരു പേര് പറയും. ഇനി ഇതിന് പല പ്ലെയിൻസ് ഇല്ലേ? ഈ പ്ലെയിനിൽ ഒരു ഫോഴ്സ് വരുന്നു, ഈ പ്ലെയിനിൽ ഒരു ഫോഴ്സ് ചെയ്യുന്നു, ആ സിസ്റ്റം ഓഫ് ഫോഴ്സിന് വേറൊരു പേര് പറയും. പറഞ്ഞ മനസ്സിലായി? അപ്പം ഈ സിസ്റ്റം ഓഫ് ഫോഴ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയും. കോപ്ലനാർ സിസ്റ്റം ഓഫ് ഫോഴ്സസ്, കോപ്ലനാർ ഫോഴ്സസ്. രണ്ടെന്ന് പറയുന്നത് നോൺ കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയും.
ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളെ ഒരാളെ കുറെ പേര് ചേർന്ന് തല്ലുന്നെന്ന് വിചാരിക്കുക, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിതാ. ഈ തല്ലുന്നവര് ഈ എന്താ പറയത്തില്ലേ, കുനിച്ചു നിർത്തി ഇങ്ങനെ പുറത്തിടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ പുറം എന്ന് പറയുന്ന ഒരു പ്ലെയിനാ, പലരിടിക്കുക ആ പർട്ടിക്കുലർ പ്ലെയിനിലാണ് ഇടി മൊത്തം വരുന്നതെന്ന് ആലോചിക്കുക. അതിനെയാണ് കോപ്ലനാർ എന്ന് പറയുക. അതായത് ഈ ബുക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലരിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനിൽ തന്നെയാണ് ഈ ഫോഴ്സസ് എല്ലാം എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഈ ഫോഴ്സസ് എല്ലാം ഒരു പ്ലെയിനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുക, കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നോൺ കോപ്ലനാർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വിചാരിക്കുക, കുറെ പേര് ഒരാളെ അടിക്കുന്നു, തലങ്ങും വിലങ്ങും പുറത്തും നെഞ്ചത്തും ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്ലെയിനിലല്ലേ അടി കിട്ടുന്നത് എന്ന് പറയുന്നത്. അതായത് ഈ ബുക്കിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, ഇവിടെ ഉണ്ട് അങ്ങനെ പല പ്ലെയിൻസില് പല ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, നോൺ കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയും. അപ്പൊ ഒരേ പ്ലെയിനിലാണെങ്കിൽ കോപ്ലനാർ, പല പ്ലെയിനിലാണെങ്കിൽ നോൺ കോപ്ലനാർ എന്ന് പറയും. ഓക്കെ, ഇനി ഈ കോപ്ലനാർ ഫോഴ്സസിനെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. കോപ്ലനാർ എല്ലാത്തിന്റെ കൂടെ കോപ്ലനാർ ചേർത്താണ് പറയുക. കോപ്ലനാർ കൊളീനിയർ ഫോഴ്സസ്. ഇത് കോപ്ലനാർ, ഇപ്പൊ കോപ്ലനാർ എന്ന് പറയണം എന്നൊന്നുമില്ല, എന്നാലും ഇതിന്റെ ഒരു വകഭേദം ആയതുകൊണ്ടാണ് പറയുന്നത്. കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ്, കോപ്ലനാർ നോൺ കൺകറന്റ് ഫോഴ്സസ്. Coplanar non-concurrent forces. Then last one, coplanar parallel forces. അപ്പം സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്നിലധികം ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കൂടെ ചേർത്താണ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അത് ഒരു പ്ലെയിനിൽ തന്നെ ആണെങ്കിൽ കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയും, പല പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ നോൺ കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയും. ഈ കോപ്ലനാർ ഫോഴ്സസ് തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. കൊലീനിയർ, കൺകറന്റ്, നോൺ കൺകറന്റ്, പാരലൽ ഫോഴ്സസ് എന്ന് പറയും. ഇനി ഓരോന്നായിട്ട് പറയാം. അപ്പൊ നോക്കിയേ, കോപ്ലനാർ കൊലീനിയർ എന്ന് പറയുമ്പം ഏറ്റവും ഒരു ആ ഫോഴ്സസ്, അതിലുള്ള ഫോഴ്സസ് എല്ലാം ഒരു ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. ഒരു ലൈനില് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റോഡിൽ കൂടെ വണ്ടി പോകുന്നത് എങ്ങനെയാ? നമ്മുടെ ഒരു റോഡ് എടുക്കുകയാണെങ്കിൽ റോഡിൽ കൂടെ അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഇങ്ങനെ വണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അതേപോലെ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക? കൊലീനിയർ ഫോഴ്സസ്, കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയും. അതായത് ഇങ്ങനെ